ഇരുപത്തെട്ട് കെട്ട്, പേരിടല്, ചോറൂണ് അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുവാവകൾക്ക് ഈ കേരളത്തില്. അപ്പൊ കഴിഞ്ഞ കുറേ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ചടങ്ങാണ് ഈ പല്ലട എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പല്ല് വന്നതിന് ശേഷം നടത്തുന്ന ഒരു ചടങ്ങാണ് ഈ പല്ലട എന്ന് പറയുന്ന ഈ ചടങ്ങ്. അപ്പൊ പലയിടത്തും പല രീതിക്കാണ് നടത്തുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ രീതിക്ക് ഒരു പല്ലട സെറിമണി നടത്താമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അവൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് ഫുഡ് ഐറ്റം, പിന്നെ ജ്വല്ലറി, ഫോണ്, ബുക്ക്, പേന, പിന്നെ ഒരു കണ്ണാടി, പിന്നെ പൈസ, പിന്നെ ഒരു കത്തി, ഇത്ര സാധനം അവൻ്റെ ഫ്രണ്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഓരോന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. സ്വർണം എന്ന് പറയുന്നത് സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ പൈസയും അതുപോലെ തന്നെയാണ്. പിന്നെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, വിദ്യാഭ്യാസം അങ്ങനെ ഒരു രീതിയിലേക്ക്. പിന്നെ പേന എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ ഇപ്പോൾ ഫുഡ് ഐറ്റം ആണെങ്കിൽ ഫുഡി ആയിരിക്കും, അതെനിക്കറിയില്ല അതിനെക്കുറിച്ച്. പിന്നെ കത്തി എടുത്തു കഴിഞ്ഞാൽ പവർ, പിന്നെ മിറർ എടുത്തു കഴിഞ്ഞാൽ ഐശ്വര്യം. ഇങ്ങനെ ഓരോന്നിനും ഓരോരോരോ മീനിങ് ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അങ്ങനെ ഇത് ഞാൻ തമ്പൂട്ടീനെ അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം തമ്പുവിനോട് വിളിച്ചിട്ടും തമ്പു ദേ അവിടെ നിന്ന് അനങ്ങുന്നേയില്ല. അവിടെ ഇരുന്നിടത്തിരിക്കുവാണ്. അവനെ ഇരുത്തിയിരിക്കുന്നതുകൊണ്ടാണോ അവൻ വരാത്തതെന്ന് വിചാരിച്ചിട്ട് ദേ ഞാൻ അവൻ ഇങ്ങനെ കമത്തി കിടത്തിയേ. അപ്പം അതിലും വലിയ രസം, ദേ അവൻ കിടന്നങ്ങ് കരച്ചിലോട് കരച്ചിലായിരുന്നു. അവൻ വരുന്നില്ല എന്നായപ്പോഴത്തേക്കിനും ഞാൻ ഓരോന്ന് എടുത്തെടുത്ത് കാണിക്കാൻ വരെ തുടങ്ങി. മോനെ എടാ ഇവിടെ ബുക്ക് ഇരിപ്പുണ്ട്, ഇവിടെ മാല ഇരിപ്പുണ്ടടാ, എടാ ഫോൺ ഇരിപ്പുണ്ടടാ, എടാ അതുണ്ടടാ ഇതുണ്ടടാ എന്നൊക്കെ പറഞ്ഞ് എല്ലാം എടുത്ത് കാണീരൊക്കെയാണ്. പക്ഷെ അവൻ അവിടെ നിന്ന് അനങ്ങുന്നതേ ഇല്ലായിരുന്നു. അവസാനം ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ പരിപാടിയും നിർത്തിയേക്കാം, എല്ലാ സാധനവും തിരിച്ചെടുത്ത് വെച്ചേക്കാന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ഞാൻ ഓർത്ത് ദൈവമേ, ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഇതെങ്ങനെ വന്നെടുക്കുന്നു? ഇവിടെ ഒരെണ്ണമാണെങ്കിൽ അനങ്ങുന്നുമില്ല, അങ്ങോട്ടും അനങ്ങുന്നില്ല, ഇങ്ങോട്ടും അനങ്ങുന്നില്ല. അവിടെ കിടന്ന് കരയുന്നതല്ലാണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഞാൻ താൽക്കാലത്തേക്ക് പരിപാടി അവിടെ നിർത്താമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം പാറുക്കുട്ട സ്കൂളിൽ പോയേക്കുമല്ലേ, അവള് തിരിച്ച് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് ഞാനിങ്ങനെ ഓർത്തു. അങ്ങനെ ദേ പാറുക്കുട്ടൻ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് സാറിന് ഉഷാറായത്. ദേ പാറു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവന് ഒരു കുഴപ്പമില്ല. ദേ അവൻ ഓടി വന്ന് ആദ്യം വന്ന് എടുത്തത് എന്തുവാ, ചോറ്. ആവസ്റ്റ് പിന്നെ 3 പ്രാവശ്യം എടുക്കണമെന്നാണ് ഈ ചടങ്ങിലെ. അപ്പം ആദ്യത്തെ പ്രാവശ്യം അവൻ ചോറെടുത്തു. അടുത്ത പ്രാവശ്യം എന്താണെന്ന് എടുക്കാൻ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു. നോക്കി അവസാനം എന്തേ അവൻ ഓടിപ്പോയി കണ്ണാടി എടുത്തു. കണ്ണാടി എന്ന് പറഞ്ഞാൽ അതും ഒരു ഐശ്വര്യത്തിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം അവൻ കണ്ണാടി എടുത്തു. ഇനി ഒരു പ്രാവശ്യം കൂടെ ഉണ്ട്. അപ്പം അതിനവനെ കിടത്തി. അപ്പം അവനിങ്ങനെ വന്നിട്ട് ആദ്യം ഞാനോർത്ത് ഫോൺ എടുക്കുമോ, ബുക്ക് എടുക്കുമോ, അങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേക്കിനും എന്തേ ആശാൻ പിന്നെയും പോയി ചോറങ്ങോട്ട് എടുത്തു. അപ്പം അങ്ങനെ പലയുടെ സെറിമണി കഴിഞ്ഞിരിക്കുന്നു. അവൻ 2 പ്രാവശ്യം ചോറും 1 പ്രാവശ്യം കണ്ണാടിയുമാണ് എടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.